ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കത്തിപ്പടരുന്നു. റിപ്പോർട്ട് വന്നതിന് പിന്നാലെ നിരവധി സ്ത്രീകളാണ് സിനിമയിൽ നേരിട്ട ദുരനുഭവം തുറന്നു പറഞ്ഞ രംഗത്ത് വന്നത്. ഒരു പുരുഷനും ലൈംഗിക പീഡന ആരോപണമായി വന്നു. സംവിധായകൻ രഞ്ജിത്തിനെതിരെയായിരുന്നു യുവാവിന്റെ പീഡനാരോപണം. ന്യൂജൻ താരങ്ങളിൽ ജയസൂര്യക്കെതിരെ മാത്രമാണ് ആരോപണം വന്നത്. പൃഥ്വിരാജ് നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നു. ടൊവിനോയും നിലപാട് പറഞ്ഞു. പൊതുവെ ന്യൂജൻ താരങ്ങളൊന്നും ആരോപണങ്ങളിൽ അകപ്പെട്ടിട്ടില്ല. അതിന്റെ ആശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ ഏറ്റവും ഒടുവിൽ നിവിൻ പോളിക്കെതിരെയും പീഡനാരോപണം. താരത്തിനെതിരെ കേസും രജിസ്റ്റർ ചെയ്തു. എറണാകുളം ഊന്നുകൽ പോലീസാണ് കേസെടുത്തത്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിൽ വെച്ച് നിവിൻ പോളി പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് നിവിൻ പോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കേസിൽ 6ാം പ്രതിയാണ്. നിർമ്മാതാവ് AK സുനിലാണ് 2ാം പ്രതി. കഴിഞ്ഞ നവംബറിൽ ദുബായിലെ ഹോട്ടലിൽ വെച്ച് പീഡനം നടന്നതായാണ് ആരോപണം. നിവിൻ പോളിക്കെതിരായ അന്വേഷണം SIT സംഘം ഏറ്റെടുക്കും. ശ്രേയ എന്ന സ്ത്രീയാണ് അവസരം വാഗ്ദാനം ചെയ്ത് യുവതിയെ വിദേശത്തേക്ക് കൊണ്ടുപോയത്. ശ്രേയയാണ് 1ാം പ്രതി. നേര്യമംഗലം ഊന്നുകൽ സ്വദേശിയാണ് പരാതിക്കാരിയായ യുവതി. സിനിമയിൽ അവസരം വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത്. നിവിൻ പോളിക്കൊപ്പം മറ്റു ചിലർ കൂടി തന്നെ പീഡിപ്പിച്ചെന്നും സംഘമായി ചേർന്നാണ് പീഡനമെന്നും യുവതി പരാതിയിൽ പറയുന്നു. ഊന്നുകൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് പിന്നീട് കൈമാറും. കേസിൽ 6 പ്രതികളാണുള്ളത്. നിവിൻ പോളി 6ാം പ്രതിയാണ്. പരാതി ആദ്യം എത്തിയത് എറണാകുളം റൂറൽ SP-ക്കാണ്. പിന്നീട് ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു. നിവിൻ പോളിക്കെതിരെ ബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ വകുപ്പുകൾ ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. IPC 376, 354, 376D എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. നിവിനെതിരെ വന്ന ആരോപണം സിനിമാ മേഖലയിൽ അമ്പരപ്പ് പടർത്തിയിരിക്കുകയാണ്. പുതുതലമുറ സിനിമയിലെ ചൂഷണങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണെന്ന ധാരണയാണ് പൊതുവെയുള്ളത്. അതിന് കോട്ടം തട്ടുന്നതാണ് ആദ്യം ജയസൂര്യയ്ക്കും ഇപ്പോൾ നിവിൻ പോളിക്കുമെതിരെ ഉയർന്ന ആരോപണങ്ങൾ. വിനീത് ശ്രീനിവാസൻ ആദ്യമായി സംവിധാനം ചെയ്ത മലർവാടി ആർട്സ് ക്ലബ്ബിലൂടെയാണ് നിവിൻ പോളി സിനിമയിലെത്തിയത്. പ്രേമം എന്ന ചിത്രമാണ് നിവിന്റെ താരപദവി ഉയർത്തിയത്. ജേക്കബിന്റെ സ്വർഗരാജ്യം, കായംകുളം കൊച്ചുണ്ണി, ബാംഗ്ലൂർ ഡേയ്സ് തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന ശേഷമുള്ള വെളിപ്പെടുത്തലുകളിൽ എറണാകുളത്ത് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 11ആയി.